ചങ്ങാതി വീണു എന്ന് കരുതി വീണടിഞ്ഞു പോകുമോ? വഴിതെറ്റിപ്പോയി എന്ന് കരുതി വഴി തന്നെ ഇല്ലാതാവുമോ? വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പറഞ്ഞു തരുന്നത് വഴിതെറ്റിപ്പോയവർക്കും വീണു പോയവർക്കൊക്കെ ഇനിയും പ്രത്യാശയ്ക്ക് കാരണങ്ങളുണ്ട്. കാരണം വഴിയായ ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ട് കൈവിട്ടിട്ടില്ല. അപ്പോൾ വീണു എന്ന് കരുതി വീണെടുത്ത് തന്നെ കിടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എഴുന്നേൽക്കുക. കാരണം നിങ്ങളുടെ വീഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്കുള്ള ദൂരം അത്ര വലിയ ദൂരമൊന്നുമല്ല. ബൈബിൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുക. വീണുപോയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ മോശ എടുത്ത് നോക്കുക. മോശ അങ്ങേയറ്റം പൊട്ടിത്തെറിച്ച് അനീതി കാട്ടിയ ഒരാളെ കൊന്നുകളഞ്ഞ ആളാണ്. അപ്പോൾ കൊലപാതകിയാണ്. നമ്മൾ സാധാരണ ചിന്തയിൽ കൊലപാതകിക്ക് ഇനി ജയിലറയല്ലാതെ മറ്റേത് സ്വാതന്ത്ര്യ വഴിയാണ് കിട്ടുക? പക്ഷേ ദൈവത്തിൻ്റെ വിധി അയാളെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെ അയാൾക്കൊരു പുതിയ പുറപ്പാടനുഭവം ഉണ്ടാകുന്നുണ്ട്. അയാളൊരു ജനത്തെ മുഴുവൻ നയിക്കുന്ന ആളായി മാറുന്നുണ്ട്. പണ്ടത്തെ കൊലപാതകി പിന്നീട് വിമോചകനായി മാറുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വലിയൊരു വീഴ്ചയുണ്ടായെന്ന് കരുതി ഫുൾ സ്റ്റോപ്പായി കരുതണ്ട. തുടങ്ങുക നല്ല ജീവിതം. പണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കി മാറ്റുക. എടുത്ത ജീവിതത്തിന് പകരമായിട്ട് പല പല ജീവിതങ്ങൾക്ക് വെട്ടം പകർന്നു കൊടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം.